അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് പാടാം. എന്നാ ശരി കേട്ടോ. ബൈ. എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ചെറിയ യാത്രയിലല്ലെന്ന് കുറച്ച് ദൂരം പോവാണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മയൊന്നും കൊണ്ടാത്തത്. അപ്പൂസിന്റെ ടൂറിസം പോയതാണ്. സൺഡേച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. നമുക്കൊരു കമ്പനി ഉണ്ടാവില്ല, കുറച്ചേരം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഒരാളും കൂടി വരുന്നുണ്ട്, ഒരു താത്ത കേരള ഫ്രണ്ടിന്റെ ഭാര്യ. വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കാണിച്ചു തരാം പോണേ വഴി. നമുക്ക് കറക്റ്റ് ആയിട്ട് സ്ഥലം അറിയില്ല. പിന്നെ ഇപ്പൊ കടിച്ചിട്ട് വാളാഞ്ചേരിന്ന് പിന്നെ പോവാം. അപ്പൊ കൊറേ യൂട്യൂബേഴ്സ് വരുന്നുണ്ട്. ഏലമ്മ സ്ഥലത്തിന്റെ പേരെന്താ അവിടെ പോണ സ്ഥലത്ത്? വളാഞ്ചേരിന്ന് പോണ്ടേ? പോയേക്കോ സന്ധ്യ ഞങ്ങൾ പോരട്ടോ. നമുക്ക് ഹിമയ്ക്ക് പോട്ടെ. നമുക്ക് ജൂൺ 29 കേരളെന്താ എന്താ കമ്മലാണോ കേരള? അത് പേക്കാണല്ലേ കൂട്ടുകാരിക്കലിന് നിങ്ങൾ ഈ ഒഴിവില്ലാത്ത ദിവസമൊക്കെ കൂട്ടുകാരിക്കൽ ഉണ്ടാക്കി. അങ്ങനെ നല്ല ആഗ്രഹമുണ്ട് കൂട്ടുകാരിക്കലിന് പോരാൻ. പക്ഷെ ഇന്ന് ഇവിടെ അടച്ചിങ്ങാണ്ട് പോരാൻ പറ്റാത്തൊരവസ്ഥ. നല്ല തള്ളലുണ്ട്. പിന്നെ ആൾക്കാർ വന്നിങ്ങനെ തിരക്കും. അയനീക്കോട് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ തന്നെ നമ്മളെ മൊമെന്റോളൊക്കെ മൊമെന്റോ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? കടിയിൽ വന്നാലും ഈ സാധനം തിന്നിട്ടെന്ന് അഭിപ്രായം പറയും. അഭിപ്രായം വെറുതെ തള്ളാൻ നിൽക്കണ്ട, കാര്യം പറഞ്ഞാൽ മതി. തള്ളാൻ നിൽക്കണ്ട. ഇവിടെ വന്നാലേ ഇജ്ജ് കാണാതെ തിന്നാത്ത സാധനം അടി അടി അവരോട്ട് പേരെന്താ? നിങ്ങളെ നാട്ടിലല്ല അരുണില്ല, അരുൺ ഐസ്ക്രീം. ഇത് കാണിച്ചു. അരുൺ ഐസ്ക്രീമിന്റെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 5 റുപ്യന്റെ ഒരു സാധനം. ചെറിയ സാധനമാണ്, 5 രൂപ. ഭയങ്കര ടേസ്റ്റ്. ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങോട്ട് വരും. ചെറുകൂടെ ഉണ്ട്, അവിടെ ഉണ്ട്. പിന്നെ നമ്മളെത്തുണ്ട് വണ്ടിക്കാട്. അടിപൊളിയാ. ഗേറ്റ് പെട്ടല്ലേ ഉണ്ടോ അവിടെ? ഉണ്ടല്ലേ ട്രെയിൻ? ഇത് സൈഫിന്റെ ഫ്രണ്ടാണ്. എന്റെ പേരെന്താ? എന്റെ ഫ്രണ്ട് അല്ലേ? സൈഫിന്റെ ഫ്രണ്ടാണ്. ഞങ്ങള് 3 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാ. ഇവര് ഞങ്ങള് തിരുവനന്തപുരത്ത് പരിചയമുണ്ട്. നമ്മള് എന്താ RCC-ൽ വന്ന സമയത്തോളം ഉമ്മാന്റെ എന്താ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളെ സൈഫിന്റെ ഇവിടെ എത്തി. യെസ്, ഫാമിലിയായിട്ട് നല്ല അതാണ്ട് എത്ര ദൂരം ഇവിടെ ഉള്ളു പോയേക്ക. അവനെ കയ്യിൽ പിടിച്ച് വലിച്ചതാ. നമ്മളെ കൊറേ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്. ഷാനു, ആഷി, പാട്ടയുടെ ഷാനു. പിന്നെ ഇന്ന് ഷാനുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ്. പക്ഷെ ഞങ്ങൾ വരുന്ന വൈക്കാട്ട് അറിഞ്ഞത്. പാടല് ഫുഡ് കഴിച്ച് നിൽക്കേ. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് പാടാം. ആശി പറയും. എന്താ വിശേഷം? സുഖല്ലേ? സുഖം. സന്തോഷത്തിന് ഇടയ്ക്ക് കാണുള്ളൂ എപ്പോഴേലൊക്കെ. പിന്നെ നമ്മള് കോണ്ടാക്ട് ചാറ്റ് ഉണ്ടാവല്ലോ. വാട്സപ്പ് മെസ്സേജ് ആയിപ്പോ. പക്ഷെ നേരിട്ട് കണ്ടപ്പോ നിന്നാ അതാ കുടിക്കല് കഴിഞ്ഞിട്ട് ഫുള്ള് തിരക്കല്ലേ? തിരക്ക് ഞാനല്ല. ഇജ്ജ് ഭയങ്കര ബിസിയാണ്. നിങ്ങളെ കാണാൻ അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ കുഴപ്പമില്ല, നോർമലായി. ശരിയാവട്ടെ. എന്തായാലും പ്രാർത്ഥിക്കാം, പെട്ടെന്ന് സുഖമാവട്ടെ.
എല്ലാവരും പ്രാർത്ഥന. ബിസിനസ് ഒക്കെ എങ്ങനെ പോകണം? ബിസിനസ് അങ്ങനെ പോണേ, റെഡി ആയി വരുന്നുണ്ട്. ശരിയാവും, ഒക്കെ ശരിയാവും. ഒക്കെ ശരിയാവും. ഭക്ഷണം കഴിച്ചു നിങ്ങള്? ഭക്ഷണം കഴിച്ചു. ബിസിനസ് പഠിപ്പിച്ചെന്ന ആളാ മോന്. എന്നിട്ട് എന്നോട് ബിസിനസ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഉണ്ട്. നമുക്ക് എന്നും കോണ്ടാക്ട് ഉള്ള ഒരു യൂട്യൂബറാണത്. ഡെയിലി അധികം കാലത്തെ പരിചയമോ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഈ ആഴ്ച ഒരാഴ്ച വിട്ടുന്നു അല്ലേ? ഞാൻ തിരക്കിലായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകും. പിന്നെ നമ്മളത് ഓൺ പ്രൊഡക്ഷൻ അല്ലേ, നമ്മൾ തന്നെ തയ്പ്പിക്കല്ലേ. അപ്പൊ നമ്മൾ അവിടേക്ക് പോകണം. യൂണിറ്റ് കോയമ്പത്തൂർ ഭാഗത്താണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകണം. എന്താ പറയണ്ടേ? ഏതാ വീട്? ഇതിന്റെ അപ്പുറത്ത്. ഹോം ടൂർ കാണിക്കും. എന്താ പേര് പറഞ്ഞേ? സന. അതിന്റെ പേരോ? കുറച്ച് കുറവല്ലേ? മഞ്ഞ ഹോം ടൂർ ചെയ്യല്ലേ, ഉള്ളിൽ പോയതാ. വേറെന്താ? എനിക്ക് ഭയങ്കര വരാൻ ഭയങ്കര ഇഷ്ടം. എന്റെ വീടെവിടെ? വീടെവിടെ? കൊളത്തൂരോ? ഇവിടെ അടുത്താണ്. നമുക്കറിയില്ല. അതിന്റെ ഉള്ളിൽ കൂടെ പോയേക്കല്ലേ? അതിനോടൊക്കെ എന്താണ് വീടിന്റെ ആള്? വീടിന്റെ ഓണറ് അല്ല ശ്രീജി, ഇത് ഹാള് ഫസ്റ്റ് വരുന്നത്. പിന്നെ സിറ്റ് ഔട്ട് ആണ്, ഭയങ്കര ബഹളാണ്. ഞാൻ അവിടെ വരാം. ഇതിങ്ങനെ ഫ്രണ്ട് തന്നെ എടുത്തല്ലേ വർക്ക്? നമ്മള് ഫ്രണ്ട് എടുത്ത കേട്ടോ. പിന്നെ കോണ്ടാക്ട് ആളാണ്. ആളൊരു പ്ലാൻ അനുസരിച്ചാണ് ഇതിങ്ങനെ നല്ല ഒരുപാട് എന്താ പറയാ. ഇവിടെ ഫുള്ള് അടച്ചിട്ടേന്നുല്ല. ഇപ്പൊ ഒരു വെറൈറ്റി വീടാ. ഒരു വെറൈറ്റി എന്റെ ഇതൊന്നും ഉണ്ടാകില്ല. ജസ്റ്റ് ഇവിടെ ഇത് ഇവിടെ നല്ല സൗകര്യം. കൂടെ ഒരടുപ്പ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഇവിടെ കണ്ടൊക്കെ വെച്ചതാണ്. ഇങ്ങനെ അതുപോലെ ഇത് കണ്ടില്ലേ, ഇതൊരു പഴയ രീതിയിൽ വളരെ ഇട്ടിരുന്ന സ്ഥലമാണ് ഇതിനുള്ളൂ. ഫുള്ള് വലിയൊരു ഹാളാണ് ഇതിനുള്ളൂ. അത് ഫുള്ളിപ്പോ ഇത് വെച്ച് അടച്ചതാണ്. സ്റ്റോർ റൂം നല്ല സൗകര്യം ഉണ്ടല്ലേ? ഇതിങ്ങനെ പഴയതൊരു വറകി ഇട്ടിരുന്ന സ്ഥലമാണ് ഇത് ഫുള്ളായിട്ട്. ഒക്കെ അടച്ച് സ്റ്റോർ റൂം. പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്യും. പുതിയ വീട് കണ്ടില്ലേ? ഇതിന്റെ അപ്പുറത്തോളം തറവാടുണ്ട്. ഉണ്ടാക്കിയത് ഇതിന്റെ അപ്പുറത്ത്. മരിച്ച ഉമ്മാക്ക് ഈ കോണി കയറി ഇറങ്ങാൻ പറ്റായിട്ട് നല്ല സൗകര്യം ഉണ്ടല്ലേ? നല്ല വീടാ. ഞങ്ങള് കണ്ട് കണ്ട് ഇങ്ങനെ നല്ലായിരുന്നു. വെറുതെ ഗ്രിൽസ് ഇട്ട ഫുൾ ഗ്രിൽസ് ഇട്ട ഒരു ഇതായിരുന്നു. പോലെ ഈ രൂപത്തിലെല്ലാം ചേഞ്ച്. ഇനി എനിക്ക് കാണേണ്ടതേ ഓള് എന്നോട് അതാ പറയണേ. സേഫ് എപ്പോഴും പറയുന്ന സാധനം ഇത് അവൾക്ക് കാണിച്ചു കൊടുക്കണ്ട്. ഇത് അവള് കാണണം എന്ന് പറഞ്ഞല്ലേ? ഇതൊരു സംഭവം തന്നെ. ഇതിന് വെള്ളം വെള്ളം അങ്ങനെ പോകും. പതിവ് വെള്ളം അതിന് പൈപ്പ് പകരം
സോപ്പ് പൊടിയിൽ അതടക്കും. ഇതടക്കും, ഒരടുപ്പ് വെച്ചിട്ട് അടക്കും. എന്നിട്ട് കഴിഞ്ഞിട്ട് തുറന്നു വിടുക. നേരെ നല്ലൊരു വർക്കായത് അല്ലേ? നല്ല വർക്കായി. വർക്കാണ്. ആരിസ്റ്റാന്റെ പ്ലാനാണ് മൊത്തം. ഇല്ല, പഴയ പേര് അറിയാൻ പറ്റില്ലേ? ഏതോ ഇതില് കണ്ടിട്ടില്ലേ ഇൻസ്റ്റയില്? പക്ഷെ ഞാൻ ഇതാ വേറെ വീടില്ല, വേറെ വീട്. എന്റെ പേര് നേരത്തെ പറഞ്ഞിട്ടില്ല. ഇതാര് മൈലാഞ്ചിയൊക്കെ അല്ല, ഞാൻ പുത്തനങ്ങാട്. ഓള് ഇവിടെ തന്നെയാണ്. ഞാൻ ഇവിടെ വരലുണ്ട്. അത് നമുക്ക് ഉണ്ടാക്കുന്നല്ലേ, നമുക്ക് ഉണ്ടാക്കാൻ സ്ഥലമല്ല, അതുകൊണ്ടാണ് സ്ഥലമല്ല, സ്ഥലം കുറവാ ഞങ്ങക്ക്. ഒരു രസമുള്ള സ്ഥലമല്ല. നല്ല തണുപ്പല്ല ഇവിടെ. ഇവിടെ നല്ല തണുപ്പായിരിക്കും. മരങ്ങള് മുകൾക്ക് ഭയങ്കര ചൂടാട്ടോ. ശരിയാ, ചക്ക ഉണ്ട്. അല്ലല്ലോ, ഇത് തന്നെയാണ്. അയാൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അത്. പേരെന്താ? ഹുസൈൻ. ഞാനിവിടെ മൂത്ത ആളെ മൂന്നാമത്തെ ആളെ എന്റെ ജ്യേഷ്ഠന്റെ മോനാണ്. ശരി. ഫുള്ള് കണ്ടോ? ഇപ്പൊ മുകളിലുണ്ട്. ആയിക്കോട്ടെ, ചക്ക ഉണ്ടാവുകയാണെങ്കിൽ. ഇത് അണ്ടർഗ്രൗണ്ട് അല്ലേ, താഴെ അല്ലേ? ഇനി നമുക്ക് മുകളിലേക്കുണ്ട്. കിച്ചണ്, ഹാള്, ഡൈനിങ് ഹാള്, പിന്നെ വർക്ക് ഏരിയ, ഇതൊക്കെ ആയിട്ട് വരും. ബാത്റൂം. ശരി, പുതിയ വീടൊക്കെ കിട്ടൂലേ എങ്ങനെ? നല്ല സെറ്റ്. തണുപ്പുണ്ട്. ഈ മുകളിൽ പോവാം ഇല്ലേ? മോൾ ഭാഗം 2 ബാത്റൂം ഉണ്ടല്ലേ? അടിപൊളി സൗകര്യം കേട്ടോ. ഇനി ഒരാൾക്കാരുണ്ട്. വീട് ഫുള്ള് കാണിക്കാൻ പറ്റില്ല നമുക്ക്. അത് ഫുള്ള് ആൾക്കാരാണ്. കുറച്ചൊക്കെ ഉണ്ടല്ലേ? കുറച്ചൊക്കെ ഉണ്ട്. ഫോണ് തീരെ ഹായ് ഒരു ഹായ് കൊടുക്ക്. അത് പോരുന്നില്ല. ആ, എന്നാ ഞാൻ കാണിച്ചു. ഓക്കെ, ഒരു ഹായ് എന്നാ. കൊറേ നേരം ഞാൻ ഭയങ്കര ടൈറ്റ് ആണ്. ഒരു ഇതുമില്ല, ഒരു ഡയറ്റും ഇല്ല. ശരിയാ, നല്ല ഫ്രണ്ടിലാണ്. ജാഫിനോട് സന്തോഷം. എന്നാ ശരി കേട്ടോ. സായി സായിന്ന് പറഞ്ഞ പോയിന്ന് ഓർഡർ. സായി ഷാനുവിന് ഗിഫ്റ്റ് എടുക്കാൻ പോവാണ്. ഷാനുവിന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പറയണ്ടോ അവനോട്? ആ, അവിടുന്ന് പറഞ്ഞു. ഇപ്പൊ ഷാനുമാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഷാനു, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഇത് കേരളം തുറക്കണ്ട. നമ്മുടെ എന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് കാണുന്നത്, എന്റെ സ്വന്തം ഉമ്മാന്റെ സ്ഥാനത്ത് കാണുന്നത് സത്യമാണ്. ഉമ്മാനെന്ന് വെച്ചാൽ അങ്ങനെ നമ്മളൊരു പെങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ കാര്യമായിട്ട് നമ്മൾ അത്രയും ഏറ്റവും മൂത്ത താത്താളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്നതാണ് ഏറ്റവും വാല്യൂ എന്ന പോലെ. എന്തായാലും സന്തോഷം. ഇതിൽ എന്താണെന്ന് എനിക്കറിയില്ല. റിവ്യൂ പറയാട്ടോ വീഡിയോയില്. മലപ്പുറം തന്നാന്ന് പറയാം. എന്തായാലും ഒരുപാട് സന്തോഷം. ആത്മാർത്ഥമായിട്ടൊരു അവസരത്തിൽ അറിയിക്കാണ്. ആദ്യത്തെ ഗിഫ്റ്റ് എന്റെ വീടിരിക്കലിന് വേണ്ടി വന്നാണ്. അപ്പൊ ആദ്യത്തെ ഗിഫ്റ്റ്, ഇന്നത്തെ ആദ്യത്തെ ഗിഫ്റ്റ്. ഒരുപാട് കാലം ഇങ്ങനെ സമ്മാനം ഞാൻ അത്ര സർപ്രൈസ് ആയിട്ട് വരണ്ടേ അല്ലേ? നമ്മളിപ്പോഴറിഞ്ഞത്. അപ്പൊ എന്നാ ശരി, ഞങ്ങൾ നടക്കട്ടെ കേട്ടോ. എന്നാൽ പോയിട്ടോ. പഴയതല്ല, പുതിയതാണ്. അപ്പൊ നമ്മള് പോന്നല്ലേ പരിപാടിയൊക്കെ വളരെ സന്തോഷമായി. വളരെ സന്തോഷമായി. സന്തോഷം.
പക്ഷെ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റില്ല. ഒരുപാട് യാത്ര ചെയ്യാണ്ട് അതാണ് ഭയങ്കര ഒരു വിഷമം. എത്രയോ പോണം, 2.5 മണിക്കൂർ യാത്ര കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് തന്നെ എത്തിയപ്പോ സമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തണ്ടേ. ഇപ്പൊ നമ്മള് വേഗം ആരും പോന്നിട്ടില്ല, നമ്മളാണ് ആദ്യം ഇറങ്ങിയത് തോന്നുന്നു. കാരണം നമുക്ക് ഒരുപാട് ദൂരം പോവാനുള്ള കാരണം വേഗം ഇറങ്ങി. എല്ലാരും കുറെ ആൾക്കാർ ഇപ്പൊ വരുന്നേ ഉള്ളൂ. അപ്പൊ പോരല്ലാതെ പോരാൻ പൂതിയൊന്നുമില്ല. എല്ലാരായിട്ടും നല്ല രസമായിരുന്നു. പക്ഷെ പോവണം, എന്നാലും ഒരു 4 മണിയാകുമ്പോഴേക്കെങ്കിലും എത്തുള്ളൂ. അപ്പൊ നമ്മളൊരു സർപ്രൈസ് ആയിട്ടത് താത്താന്റെ വീട്ടിൽ പോവാണ്. ആദ്യമായിട്ട് വരികയാണ്. അസ്മാസ് വ്ലോഗാണ്. നമ്മളെ കുടിക്കല് വന്നിട്ടുണ്ട്. അന്നൊക്കെ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇന്ന് വർത്താനം പറയാനും പരിചയപ്പെടാനും പറ്റുന്നൊരു സമയമല്ലല്ലോ. വന്നിട്ടുണ്ട്, അതിൽ ഒരുപാട് സന്തോഷം. പിന്നെ കയ്യിൽ നമ്മളെ കൊണ്ടുകൊണ്ട് നമുക്ക് ഒന്ന് പ്രതീക്ഷിക്കാതെ അവർക്കൊരു സന്തോഷമായി, നമുക്കൊരു സന്തോഷം. ഒരു ഏട്ടത്തി അനിയത്തികളും നമ്മളെന്താ വെച്ചാൽ അങ്ങോട്ട് പുറത്തേക്കൊന്നും പോയി ശരിയില്ലാത്തോണ്ട് നമുക്ക് ഓലങ്ങനെ പോയി നമ്മളിപ്പോ ഇങ്ങനെ ഇറങ്ങണുള്ളൂ ഓരോരുത്തർ. നമ്മളെ ഇറക്കിയതും കയ്യിൽ തന്നെയാണ്. മോള് പറഞ്ഞു അന്ന് നമുക്ക് പോകാറുണ്ട്. കാരണം പറയുന്ന ആളെ ഓൾക്ക് നമ്മൾ അറിയാൻ പറ്റില്ല. കാരണം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അമ്മനെങ്ങനെ അമ്മന്റെ വീഡിയോ ഇങ്ങനെ കാണുന്നോണ്ട് അമ്മനെ കാണാൻ ഭയങ്കര ഒരു ആഗ്രഹം. അതേപോലെ ഞാൻ അഞ്ചാന്റെ ഉമ്മാനെ കാണാന്, നമ്മളെ കേൾത്താത്തനെ കാണാൻ, അതൊക്കെ നമുക്കൊരു ആഗ്രഹങ്ങളാണല്ലോ. ഒരു ദിവസം പഴംപൊരി ഉണ്ട്. ഇവിടെ എന്താ ആന എന്നുള്ള സ്ഥലത്തുണ്ടോ? ആനുണ്ട് ഇനിയിപ്പോ പോവാനും സമയമായി. ഇവിടെ തന്നെയാണോ പറഞ്ഞു അല്ലേ? ഇനി വരുമ്പോ പോലെ ശീലാണ്. ഞാൻ ഉണ്ടെന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കിട്ട്. അപ്പൊ ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് പോവാൻ നിൽക്കാണ്. പിന്നെ നമ്മളെ അസ്മാസ് വ്ലോഗ് എന്നാണ് നമ്മളെ ഈ താത്താന്റെ ചാനലിന്റെ പേര് കേട്ടോ. അപ്പം എല്ലാരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മലപ്പുറം എല്ലാവർക്കും അറിയണ്ടോ? നാളെ പിന്നെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ, നാടൻ വീട്ടുകാരി പുതിയ ചാനൽ എടുത്ത് തുടങ്ങിയതാണ്. നാടൻ വീട്ടുകാരി നല്ല ഗ്ലാമർ ആട്ടോ കാണാന്. ഫോണിലല്ലേ. അപ്പൊ അതാണ് നാടൻ വീട്ടുകാരിനെ. ഇഷ്ടപ്പെട്ടതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ, കമന്റ് ഒക്കെ ഒന്ന് അറിയിക്കുക. മലപ്പുറം ടൗൺ ആണ് ശരി, പക്ഷെ ഇവിടെയൊക്കെ കുറച്ച് ബേക്കറ. മലപ്പുറം സെൻട്രൽ അതിലാ. അപ്പൊ നമുക്ക് നാളെ കാണട്ടോ. എല്ലാവർക്കും ബൈ.